പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ പരീക്ഷകൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കുകയും അതത് ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിങ് എ ഫിക്സഡ് അസറ്റ് ഈസ് ഡാഷ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. അസറ്റ്സ് ഫോർ പ്രൊലോങ്ഡ് യൂസ്, ഒരുപാട് കാലം ഉപയോഗിക്കുന്ന അസറ്റ്, ഒരു വർഷത്തിൽ കൂടുതൽ അഥവാ കുറേ അധികം കാലം ലോങ് ടേമിൽ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അത്തരം അസറ്റുകൾക്ക് എക്സാമ്പിളാണ് ബിൽഡിംഗ്, ഫർണിച്ചർ, വെഹിക്കിൾ, മെഷീനറി, ലാൻഡ്, എക്യുപ്മെൻറ്റ്, ബിൽഡിംഗ് എറ്റ്സെട്ര. അപ്പോൾ ഇത്തരം ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചിലവാക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിങ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി ചിലവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ക്യാഷ് പെയ്ഡ് ഓൺ പർച്ചേസ് ഓഫ് മെഷീനറി, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് ബോണ്ടിലോ അല്ലെങ്കിൽ വല്ല നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിലൊക്കെ നമ്മുടെ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അനൂപ് എ സോൾ ട്രേഡർ ഡ്രോ ₹500 ഫ്രം ദ ബിസിനസ് ഫോർ പേയിങ് ട്യൂഷൻ ഫീസ് ടു ഹിസ് ചൈൽഡ്. ദിസ് എമൗണ്ട് ഈസ് ടേംഡ് ആസ്. ഒരു സോൾ ട്രേഡർ അയാളുടെ ബിസിനസ്സിൽ നിന്ന് അയാളുടെ കുട്ടിയുടെ ട്യൂഷൻ ഫീ കൊടുക്കാൻ വേണ്ടി ₹500 എടുത്തു. നമ്മൾ ഈ എമൗണ്ടിനെ അക്കൗണ്ടിങ്ങിൽ ഏത് ടേമിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഈസ് ഡ്രോയിങ്സ് മീൻസ് drawings is the amount withdrawn by a businessman from his business for his personal use. ബിസിനസ്സിൽ നിന്ന് ബിസിനസ്മാൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ്, സാധനങ്ങളും എടുക്കാം. ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കാം. പക്ഷെ നമ്മളത് അക്കൗണ്ട് ചെയ്യണം. അക്കൗണ്ടിങ്ങിൽ അങ്ങനെയുള്ള ആ വിഡ്രോവൽസിനെ ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് അതിനെ ഉപയോഗിക്കുന്ന ടേം ആണ്, വാക്കാണ് ഡ്രോയിങ്സ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഓവ്സ് മണി ടു ദ ബിസിനസ് ഈസ് ഡാഷ്. ബിസിനസ്സിന് പണം കൊടുക്കാനുള്ള ഒരു വ്യക്തിയെ നമ്മൾ പറയുന്നത് എന്താണ് അക്കൗണ്ടിങ്ങിൽ? ഹിസ് എ ഡെപ്റ്റർ. ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഓവ്സ് മണി ടു ദ ബിസിനസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ ഫോം. ഫിസിക്കൽ ഫോം, ഒരു കൃത്യമായ രൂപം നമുക്ക് കാണാൻ കഴിയാത്ത അസറ്റ്സിനെ നമ്മൾ എന്തു പറയും? അസറ്റ്സിനെ നമ്മൾ ജനറലായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫിക്സഡ് അസറ്റ്സ്, രണ്ട് കറൻറ്റ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന അസറ്റ്സ് ഫോർ പ്രൊലോങ്ഡ് യൂസ്, ഓർ ഇൻ അതർ വേർഡ്സ്, ഫ്രം സച്ച് അസറ്റ്സ് ദ ബെനിഫിറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അത്തരം അസറ്റ്സിൽ നിന്ന് ബിസിനസ്സിനുള്ള ഗുണം ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവുമെങ്കിൽ ആ ടൈപ്പ് അസറ്റ്സിന് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയും. കറൻറ്റ് അസറ്റ്സ് ആണെങ്കിൽ
അത്തരം അസറ്റ്സ് മാക്സിമം 1 വർഷമാണ് സ്ഥാപനത്തിൽ ആ ഫോമിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം അസറ്റ്സിനെയാണ് നമ്മൾ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഫിസിക്കൽ ഫോം ഇല്ലാത്ത അസറ്റ്സ്, ഇത് നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ ഭാഗമാണ്. ഇതിന് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നാണ് പറയുക. കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റ്സ്. അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ ഫോം ഈസ് കോൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിളും നമുക്കറിയാം. ഗുഡ് വിൽ, പാറ്റൻറ്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ്, ബ്രാൻഡ് നെയിം എറ്റ്സെട്ര. ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റ്സ്. നമ്മുടെ നോളേജ്, ഇത് ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിലും അല്ലെങ്കിലും നോളേജ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. നമ്മുടെ അറിവ് ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ഒരു ആസ്തിയാണ്. അപ്പോൾ അത് കാണാനോ തൊടാനോ പറ്റുമോ? ഇല്ല. ഗുഡ് വിൽ, സൽപ്പേര്, സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ. പാറ്റൻറ്റ് റൈറ്റ്, നമ്മൾ കോവിഡിൻ്റെ മരുന്നുണ്ടാക്കുന്ന കമ്പനികൾക്ക് പാറ്റൻറ്റ് കിട്ടും അല്ലേ? അതൊരു അവകാശമാണ്, ആ മരുന്നുണ്ടാക്കാനുള്ള അവകാശം. ഇത് കാണാനോ തൊടാനോ പറ്റുമോ? ഇല്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഹാവിങ് നോ ഫിസിക്കൽ existence, physical appearance. Then next question, the amount earned by a business concern through sale of its products or providing services to customers is called dash. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വഴിയോ അല്ലെങ്കിൽ ആ സ്ഥാപനം നൽകുന്ന സർവീസസ് വഴിയോ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേര് എന്താണ്? റവന്യൂ. എ ബിസിനസ് ഓർഗനൈസേഷൻ, ദ എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് ഓർഗനൈസേഷൻ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ് ഈസ് കോൾഡ് റവന്യൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തല്ല? പ്രോഫിറ്റ് അല്ല. ഇപ്പോൾ സെയിൽ നടത്തിയപ്പോൾ നമുക്ക് കുറേ ക്യാഷ് കിട്ടി, കച്ചവടം നടത്തിയപ്പോൾ സാധനങ്ങൾ വിറ്റപ്പോൾ നമുക്ക് കുറേ അധികം ക്യാഷ് കിട്ടി. അത് മുഴുവൻ പ്രോഫിറ്റാണോ? അതിൽ നിന്ന് കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കരുത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, എ പേഴ്സൺ ഹൂ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് മണി ഫ്രം ദ ബിസിനസ് ഈസ് ടേംഡ് ആസ്. ബിസിനസ്സിൽ നിന്ന് പണം കിട്ടാനുള്ള ഒരു വ്യക്തിയെ എന്ത് പറയും? എ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓവ്സ് സം മണി. ഒരു വ്യക്തി, അദ്ദേഹത്തിന് ബിസിനസ് കടം കൊടുക്കുക. ഒരു വ്യക്തി അദ്ദേഹത്തിന് ബിസിനസ്സിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ, അഥവാ ബിസിനസ് അയാൾക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറയുന്ന പേരെന്താണ്? ക്രെഡിറ്റർ. ദെൻ ഓൾ claims against the business are called. All claims against the business. ബിസിനസ്സിൻ്റെ മുകളിൽ ക്ലെയിം ഉള്ള മൊത്തം ക്ലെയിമുള്ള കുറേ ആളുകളുണ്ട്. അഥവാ ഓണേഴ്സിന് ബിസിനസ്സിലൊരു ക്ലെയിം ഉണ്ട്, അതേപോലെ ക്രെഡിറ്റേഴ്സിനും ബിസിനസ്സിലൊരു ക്ലെയിം ഉണ്ട്. അതിനെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേര് ഇക്വിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ട്. ഇക്വിറ്റി മേ ബി ഓഫ് 2 types, ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്, ഓണേഴ്സിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ദെൻ ഡാഷ് ട്രാൻസാക്ഷൻ ഈസ് വൺ wherein payment or receipt of money is postponed for a future date. ഒരു ട്രാൻസാക്ഷനിലുള്ള പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഓർ റെസീപ്റ്റ് ഓഫ് ക്യാഷ് അത് ഭാവിയിലെ വേറെ ഏതെങ്കിലും ഡേറ്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അത്തരം ട്രാൻസാക്ഷനെ എന്തു പറയും? ട്രാൻസാക്ഷൻസ് 2 തരത്തിലാണ്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷനാണ്, 2 ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് ഓൺ ദ സ്പോട്ട് അപ്പോൾ തന്നെ നടക്കും. ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സെയിം ഡേറ്റിൽ സെയിം സമയത്ത് തന്നെ നടക്കും.
അതേസമയം ഈ ക്യാഷ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റോ വേറൊരു ഡേറ്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ്. ഓക്കെ, ദെൻ ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. ദെൻ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലാബിലിറ്റി ഈസ് ഡാഷ്. ലാബിലിറ്റിയിലും കൂടുതലുള്ള അസറ്റ്സിനെ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. അപ്പോൾ അസറ്റ്സ് മൈനസ് ലാബിലിറ്റി എന്തായിരുന്നു? ക്യാപിറ്റൽ. ഓക്കെ, എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലാബിലിറ്റി ഈസ് ക്യാപിറ്റൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഓണേഴ്സ് റൈറ്റ് ആൻഡ് ക്ലെയിംസ് ടു ദ ബിസിനസ് ഈസ്. ബിസിനസ്സിൽ ഓണേഴ്സിനുള്ള ക്ലെയിംസിനെ പറയുന്ന പേര് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. ഓണേഴ്സ് ഇക്വിറ്റി മീൻസ് ക്യാപിറ്റൽ. ദെൻ അസറ്റ് വിച്ച് ക്യാൻ ബി കൺവെർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ ആൻ ഇയർ ഈസ് കോൾഡ്. അസറ്റ് വിച്ച് ക്യാൻ ബി കൺവെർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ ആൻ ഇയർ. അസറ്റ് ബേസിക്കലി രണ്ട് ടൈപ്പിലാണ്, നേരത്തെ പറഞ്ഞു. ഒന്ന് ഫിക്സഡ് അസറ്റ്സ്, രണ്ട് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം 1 ഇയർ. ഇപ്പോൾ സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക്, ഒരു ബിസിനസ്സിലെ സ്റ്റോക്ക് 10 കൊല്ലം അതേപോലെ ഇരിക്കുമോ? ഇല്ല, അതെന്തായി മാറും? സ്റ്റോക്ക് സെയിൽ നടക്കും. സെയിൽ നടന്നാൽ അത് ക്യാഷായി മാറും. അഥവാ കറണ്ട് അസറ്റ്സിൻ്റെ സ്വഭാവം 1 വർഷത്തിൻ്റെ ഉള്ളിൽ മാറും. അഥവാ ഒന്നുകിൽ അത് ഡെപ്റ്റേഴ്സായി മാറും, അല്ലെങ്കിൽ അത് ക്യാഷായി മാറും, അല്ലെങ്കിൽ അത് ബിൽ റിസീവബിളായി മാറും. ഓക്കെ, ദെൻ കറണ്ട് അസറ്റ്സിന് എക്സാമ്പിൾസാണ് അക്കൗണ്ട് റിസീവബിൾസ് അഥവാ ഡെപ്റ്റേഴ്സ്, സാലറീസ് അഡ്വാൻസ്. അഡ്വാൻസ് സാലറി കൊടുത്താൽ കറണ്ട് അസറ്റാണ്. സാലറീസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ടാക്സ് അഡ്വാൻസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷോർട്ട് ടേം ലോൺ, ഇൻട്രസ്റ്റ് റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്, ട്രേഡിംഗ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഓർഗനൈസേഷൻ, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. നമ്മൾ ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് ബിസിനസ് സ്ഥാപനങ്ങളല്ല. ഒന്ന് ഗവൺമെൻറ്റാണ്, മറ്റൊന്ന് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഈ തന്നുള്ള ക്വസ്റ്റ്യനിലെ ആൻസർ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ്റും ഗവൺമെൻറ് ഏജൻസീസും അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫാത്തിമ took an educational loan of rupees 10,000 from SBI Calicut. The relationship which exists between SBI and Fatima is. ഫാത്തിമ ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുത്തു SBI കാലിക്കറ്റ് നിന്ന് 10,000 രൂപ. ഇവിടെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, SBIയും ഫാത്തിമയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒന്ന്, ഫാത്തിമ ഈസ് ദ ഡെപ്റ്റർ ഓഫ് SBI കാലിക്കറ്റ്. ദെൻ ബി, SBI കാലിക്കറ്റ് ഈസ് ദ ഡെപ്റ്റർ ഓഫ് ഫാത്തിമ. സി, ഫാത്തിമ ഈസ് ദ ക്രെഡിറ്റർ ഓഫ് SBI. ദെൻ ഫാത്തിമ ഈസ് ദ പ്രൊപ്രൈറ്റർ ഓഫ് SBI കാലിക്കറ്റ്. ഇവിടെ ഏതാണ് ആൻസർ? ഫാത്തിമ SBIയിൽ നിന്ന് എഡ്യൂക്കേഷണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഫാത്തിമ ഡെപ്റ്ററും SBI ക്രെഡിറ്ററുമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഫാത്തിമ ഈസ് ദ ഡെപ്റ്റർ ഓഫ് SBI കാലിക്കറ്റ്. ദെൻ എ സ്റ്റുഡൻറ്റ് ഓഫ് +1 കൊമേഴ്സ് ആഫ്റ്റർ ഗോയിങ് through the topic capital expenditure and revenue expenditure has classified certain expenditure as given below. ഇവിടെ ഒരു +1 കൊമേഴ്സിലെ വിദ്യാർത്ഥി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും തരം തിരിച്ച് എഴുതിയതാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളിതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയാണ് വേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കോളത്തിൽ നോക്കുക, മെഷീനറി പർച്ചേസ്ഡ്,
ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഗുഡ്സ് പർച്ചേസ്. ഇതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ? അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ കോളത്തിൽ സെയിൽ ഓഫ് ലാൻഡ്, ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി, റെൻറ്റ് പെയ്ഡ്. നമുക്കിതിനൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് മെഷീനറി പർച്ചേസ്ഡും ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറിയും ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ റെൻറ്റ് പെയ്ഡ്, ഡിപ്രീസിയേഷൻ, ഗുഡ്സ് പർച്ചേസ്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ ബാലൻസ് ഷീറ്റിലാണ് അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. ഓക്കെ, ദെൻ ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. മാനേജർ, ബാങ്ക്, ഗവൺമെൻറ്. ഇതിലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾ. നമ്മുടെ ആദ്യ ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആവുന്നത് കൊണ്ട് ഇവിടെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ ആരായിരിക്കും ഇതിലെ സിംഗിളായിട്ട് ഓഡ് വണ്ണായിട്ട് നിൽക്കുന്ന ആൾ? മാനേജർ, ബാങ്ക്, ഗവൺമെൻറ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതിൽ മാനേജർ ഇൻറ്റേർണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനാണ്, ബാങ്കും ഗവൺമെൻറ്റും എക്സ്റ്റേണൽ യൂസറാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? മാനേജർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഗുഡ്സ് ടേക്കൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ പറയുന്നതിൽ ട്രാൻസാക്ഷൻസിൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറയാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഗുഡ്സ് ടേക്കൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? ഡ്രോയിങ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് എടുത്തിക്കുകയാണെങ്കിൽ ക്യാഷാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എടുത്തത് എന്താണ്? ഗുഡ്സാണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് പർച്ചേസസ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസസ് അക്കൗണ്ട്. ദെൻ റാം ലിമിറ്റഡ് ഗീവ്സ് ദ ഫോളോയിങ് ഐറ്റംസ് ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്. Classify them into revenue expense, capital expenditure and deferred revenue expenditure. റാം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഐറ്റംസാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഈ ഐറ്റംസിനെ റവന്യൂ എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനാണ്. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ലോങ് ടേം അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ എന്ത് എക്സ്പെൻഡിച്ചർ ആയിരിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ സാലറി പെയ്ഡ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ മൂന്നാമത്തത് ഗുഡ്സ് ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, വളരെ വലിയ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ പറയാം. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ്. അപ്പോൾ കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, സാലറി പെയ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, ഗുഡ്സ് പർച്ചേസ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ടേമാണ് അതിന് ഉപയോഗിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ടോ ഒന്ന് നോക്കി ഉണ്ടെങ്കിൽ വായിച്ചെടുക്കുക. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ എക്സ്പെൻസുകളൊക്കെ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് വളരെ കുറഞ്ഞ കാലത്തേക്കേ ഉള്ളൂ. അതേസമയം നമ്മളൊരു ബിസിനസ് പുതുതായി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ നമുക്കതിന് വരുന്ന എക്സ്പെൻസ്, മമ്മൂട്ടി വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും നടിമാർ വന്നിട്ടൊക്കെ പലപ്പോഴും വലിയ ജ്വല്ലറികളുടെ ഒക്കെ ഇനാഗ്രേഷൻ നടത്താറുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന എക്സ്പെൻസ് വളരെ വലിയ എക്സ്പെൻസ് ആയിരിക്കും. സിനിമാ താരങ്ങൾക്ക് അവരുടെ താരമൂല്യം അനുസരിച്ച് 10-20 ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരും.
അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ റവന്യൂ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്യില്ല. കാരണം ഈ എക്സ്പെൻസിൽ നിന്നുള്ള ഗുണം, ഈ സിനിമാ താരം വന്ന് അഡ്വർടൈസ്മെൻറ്റ് നടത്തിയ എക്സ്പെൻസിൽ നിന്നുള്ള ഗുണം ആ സ്ഥാപനത്തിന് കുറേ അധികം കാലത്തേക്ക് ലഭ്യമായിരിക്കും. ആ താരത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നോട്ടീസ് ചെയ്യാനും ഓൺലൈൻ ചാനലുകളിൽ പരസ്യം ചെയ്യാനൊക്കെ അവർക്ക് കഴിയും. അപ്പോൾ അതിൽ നിന്നുള്ള ഗുണം കുറേ വർഷങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന് ഒരൊറ്റ വർഷത്തിൽ ഈ എക്സ്പെൻസിനെ ഇവരെന്ത് ചെയ്യില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസായി കാണിക്കുന്നില്ല. പകരം ഒരു 5-10 വർഷം അവരുടെ സ്ഥാപനത്തിൻ്റെ പോളിസി അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്ത് ഓരോ വർഷവും പ്രത്യേകമായിട്ട് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം എക്സ്പെൻസുകളെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, സാലറി പെയ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, ഗുഡ്സ് പർച്ചേസ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ദെൻ കംപ്ലീറ്റ് ദ സീരീസ് ബേസ്ഡ് ഓൺ ദ ഹിൻറ്റ് ഗിവൺ. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ്വിൽ. ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിളാണ് ഗുഡ്വിൽ. ഇനി ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ വേണം. ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദീസ് ആർ നോട്ട് അസറ്റ്സ്, ബട്ട് these items are shown on the asset side of the balance sheet. യഥാർത്ഥത്തിൽ ഇവ എന്തല്ല, അസറ്റല്ല. പക്ഷേ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് സൈഡിൽ കാണും. അത്തരം അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ലിക്വിഡ് അസറ്റാണ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻറ്റ് അസറ്റ് എന്ന് മനസ്സിലാക്കുക. കറൻറ്റ് അസറ്റിന് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്നും പറയും. മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡാണ്. ഓക്കെ, നമുക്ക് ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കാറ്റഗറിയിൽ വരുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ആ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് 10 ലക്ഷം രൂപ വന്ന് 5 വർഷം അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് കണക്കൂട്ടുകയാണെങ്കിൽ ഈ 10 ലക്ഷത്തിന് നമ്മൾ 2 ലക്ഷം വീതമാണ് ഓരോ വർഷവും എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വർഷം 2 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി 8 ലക്ഷം ഇല്ലേ, അതെവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ അതിന് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് അഥവാ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അതേപോലെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ പിന്നീട് അടുത്ത വർഷങ്ങളിൽ +2 ശേഷം പഠിക്കാം അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസും. അതുകൊണ്ട് അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡാണ് യഥാർത്ഥത്തിൽ ലിക്വിഡ് അസറ്റ്. അതേപോലെ ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കറൻറ്റ് അസറ്റാണ്. അതേസമയം ലിക്വിഡ് അസറ്റ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ദെൻ നെയിം എനി 2 ഇൻറ്റേർണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള ഏതെങ്കിലും 2, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും 2 ഇൻറ്റേർണൽ യൂസേഴ്സിൻ്റെ പേരെഴുതാൻ. ഇവിടെ ഉണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ലെൻഡേഴ്സ്, സ്ഥാപനത്തിന് കടം കൊടുക്കുന്ന ആളുകൾ. അതുപോലെ കൺസ്യൂമർ ഗ്രൂപ്പ്സ്, ഇൻവെസ്റ്റേഴ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, ഗവൺമെൻറ്റ്സ്, കസ്റ്റമേഴ്സ്, ബാങ്ക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമുള്ള ആളുകൾ, മാനേജേഴ്സ്, ഓഫീസേഴ്സ്, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, സെയിൽസ് സ്റ്റാഫ്, എംപ്ലോയീസ്, ഓണേഴ്സ്, ഇവരൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സിന് എക്സാമ്പിൾ. ദെൻ അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ അസറ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ബി വെൽ പ്ലേസ്ഡ്. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഡെപ്റ്റേഴ്സ് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ക്ലാസ് ഓഫ് അസറ്റ്സ്? റിയൽ അസറ്റാണോ? റിയൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിലാണോ ഡെപ്റ്റേഴ്സ്? ഫിക്സഡ് അസറ്റ്സ് അതുമല്ല. ഡെപ്റ്റേഴ്സ് വരുന്നത് ഡെപ്റ്റേഴ്സ് ഉൾക്കൊള്ളുന്നത് സി ആണ്, കറൻറ്റ് അസറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ്, ഇൻ ഹൗ മെനി വേയ്സ് ആർ അസറ്റ്സ് ആർ ക്ലാസിഫൈഡ്? മെൻഷൻ ദീസ് വേയ്സ്. നമ്മൾ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഫിക്സഡ് അസറ്റ് ആൻഡ് കറൻറ്റ് അസറ്റ്.
ഫിക്സഡ് അസറ്റിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, തൊടാം, മനസ്സിലാക്കാം, അതിനൊരു ഫിസിക്കൽ ഷേപ്പ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ്, മെഷീനറി, വെഹിക്കിൾ. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിലോ, ദോസ് ഹാവിങ് നോ ഫിസിക്കൽ ഫോം ഓർ ഷേപ്പ്. ഇൻടാഞ്ചിബിൾ അസറ്റിന് ഫിസിക്കലായിട്ടുള്ളൊരു ഫോം ഇല്ല. ഓക്കെ, അത്തരം അസറ്റിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുഡ് വിൽ, patent right, copyright, etc. Then wasting asset. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ അസറ്റ് ഉപയോഗശൂന്യമായി പോവും. അഥവാ ദോസ് അസറ്റ്സ് ഗോയിങ് ടു ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദ ഫൈനൽ യൂസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, കരിങ്കല്ലെടുക്കുന്ന കോറി അല്ലെങ്കിൽ ചെങ്കല്ലെടുക്കുന്ന കോറി, ഓയിൽ വെൽ, എറ്റ്സെട്ര. ഇതൊക്കെ എന്ത് ചെയ്യും? കുറേ കാലം കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഒന്നും കിട്ടാതെയാവും, അഥവാ അത് ഉപയോഗശൂന്യമായി പോകും. അത്തരം അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാലോ, ആക്ച്വലി ദീസ് ആർ നോട്ട് അസറ്റ്സ് ബട്ട് ഷോൺ ഇൻ ദ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ദെൻ പിക്ക് ഔട്ട് ദ റോങ് പെയർ, സ്റ്റേറ്റ് ദ റീസൺ. ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ റീസൺ കൂടി മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. റോങ് പെയർ ഏതാണ്? പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. സാലറി, റെൻറ്റ്. ക്യാഷ്, ഫർണിച്ചർ. ഇവിടെ 4 പെയറാണ്. ഇതിലൊരു പെയർ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആണ്. അതേതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ആദ്യത്തെ പെയർ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആണ്, രണ്ടാമത്തെ പെയറും അസറ്റ്സ് ആണ്, മൂന്നാമത്തെ പെയർ എന്ന് പറഞ്ഞാൽ സാലറി, റെൻറ്റ്, എക്സ്പെൻസുകളാണ്, നാലാമത്തെ പെയർ ക്യാഷ്, ഫർണിച്ചർ അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട പെയർ ഏതാണ്? ഈ എക്സ്പെൻസിൻ്റെ പെയറാണ് ഒറ്റപ്പെട്ടത്. ബാക്കി 3ഉം അസറ്റ്സിൻ്റെ പെയറാണ്. അപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻ കൂടി കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൽ 2 മാർക്കാണ്, 2 മാർക്ക് കിട്ടുള്ളൂ. ഇത് കണ്ടോ, സാലറി, റെൻറ്റ്, അതേഴ്സ് ആർ അസറ്റ്സ്, അതിനാണ് 1 മാർക്ക്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ? താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏതാണ്? ബോട്ട് മോട്ടോർ കാർ ഫോർ ബിസിനസ് ₹10,000, പെയ്ഡ് എംപ്ലോയീസ് സാലറി ₹1,000, പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ബിസിനസ് ₹2,000, പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് 2,000. ഇവിടെ ബിസിനസ്സിൽ ഉൾക്കൊള്ളുന്ന ട്രാൻസാക്ഷൻ അല്ലാത്തത്. ബോട്ട് മോട്ടോർ കാർ ഫോർ ബിസിനസ്സിൻ്റെ ആവശ്യമാണ്, ബിസിനസ്സിന് വേണ്ടി വാങ്ങിയതാണ്, അതുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷനാണ്. പെയ്ഡ് എംപ്ലോയീസ് സാലറി, ഇറ്റ് ഈസ് ആൾസോ എ ബിസിനസ് ട്രാൻസാക്ഷൻ. ദെൻ സി, പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് ബിസിനസ്സിൽ നിന്ന് മകൻ്റെ ട്യൂഷൻ ഫീ കൊടുത്തു, 2,000 രൂപ. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്താണ് കൊടുത്തത്, അത് ഡ്രോയിങ്സ് ആണ്, അതുകൊണ്ട് അത് ബിസിനസ് ട്രാൻസാക്ഷനാണ്. ദെൻ പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട്, ബിസിനസ്മാൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മകൻ്റെ ഫീസ് കൊടുത്താൽ അത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല, അതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഡി, പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് അസറ്റ്സ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്സ്. താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഐറ്റംസിനെ അപ്രോപ്രിയേറ്റ് ഹെഡ്സിൽ എഴുതാനാണ്. ക്യാഷ്, നമുക്കറിയാം ക്യാഷ് ഏത് അസറ്റാണ്? കറൻറ്റ് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. ദെൻ മെഷീനറി, ഫിക്സഡ് അസറ്റ്. ലാൻഡ്, ഫിക്സഡ് അസറ്റ്. സ്റ്റോക്ക്, കറൻറ്റ് അസറ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ. ഫിക്സഡ് അസറ്റ്, മെഷീനറി ആൻഡ് ലാൻഡ്. കറൻറ്റ് അസറ്റ്, ക്യാഷ് ആൻഡ് സ്റ്റോക്ക്. Then Vinod took a loan of ₹1 lakh from Canara Bank. Identify the debtor in the above transaction. ഈ മുകളിൽ പറഞ്ഞുള്ളതിൽ ട്രാൻസാക്ഷനിൽ ഡെപ്റ്റർ ആരാണ്? വിനോദ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഡെപ്റ്റർ ആരാണ്? വിനോദ്. ക്രെഡിറ്ററോ? കനറ ബാങ്ക്. അപ്പോൾ ഇവിടെ വിനോദാണ് ഡെപ്റ്റർ. ദെൻ നോട്ട്ബുക്ക് പർച്ചേസ്ഡ് by a stationery shop comes under assets, income, purchases,
ലാബിലിറ്റീസ്. ഒരു സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നോട്ട് ബുക്കിൻ്റെ വിൽപ്പന ഉണ്ടായിരിക്കും. നോട്ട് ബുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ബുക്ക് അവർക്ക് അസറ്റാണോ, ഇൻകമാണോ, പർച്ചേസാണോ, ലാബിലിറ്റിയാണോ? ഇവിടുത്തെ ആൻസർ പർച്ചേസസ് ആണ്. കാരണം അവർ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് നോട്ട് ബുക്ക്. ഓക്കെ. ദെൻ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഗുഡ്സ് ആർ നോൺ ഇൻ ഡിഫറെൻറ്റ് നെയിംസ്. റൈറ്റ് ദ നെയിംസ് യൂസ്ഡ് ഫോർ ദ ഗുഡ്സ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഗുഡ്സിനെ, അവരുടെ ചരക്കുകളെ, സാധനങ്ങളെ എന്ത് ചെയ്യും? പല പേരുകളിൽ അറിയപ്പെടും. ഇവിടെ താഴെ പറഞ്ഞുള്ള 3 ഗുഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് 3നും പ്രത്യേകം പേരുകളാണ്. ആ പേരുകൾ മെൻഷൻ ചെയ്യാനാണ്. ഗുഡ്സ് റിമൈനിങ് അൺയൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഗുഡ്സ് ഉപയോഗിക്കാതെ അഥവാ വിറ്റ് പോവാതെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ ബിസിനസ്സിൽ ശേഷിക്കുന്ന ഗുഡ്സിനെ എന്ത് പറയും? ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുക. ദെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമർ ബൈ ദ ബയർ ഡ്യൂ ടു ബ്രേക്കേജ് ഇൻ ദ ട്രാൻസിറ്റ്. നമ്മൾ വിറ്റ സാധനങ്ങൾ അത് വാങ്ങിയ ഒരാൾ അത് അവിടെ എത്തുന്നതിന് മുമ്പ് കേടായി പോയത് കൊണ്ട് തിരിച്ചു കൊടുത്താൽ ആ ഗുഡ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടേം ഉപയോഗിച്ചിട്ടാണ്? സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ് എന്നാണ് പറയുക. ദെൻ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ക്യാഷും ക്രെഡിറ്റും ആയിട്ട് വിറ്റ സാധനങ്ങളെ നമ്മൾ സെയിൽസ് എന്നാണ് പറയുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്, സെയിൽസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ റോങ് പെയർ. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് നോക്കുക. ലാൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ്സ് ആണ്. ക്യാഷ് സ്റ്റോക്ക് കറൻറ്റ് അസറ്റ്സ് ആണ്. ഡെപ്റ്റേഴ്സ് മെഷീനറി, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഡെപ്റ്റേഴ്സ് കറൻറ്റ് അസറ്റാണ്, മെഷീനറി ഫിക്സഡ് അസറ്റാണ്. ദെൻ കോപ്പി റൈറ്റ് പാറ്റൻറ്റ് രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ റോങ് പെയർ ഏതാണ്? അപ്പോൾ ആദ്യത്തെ ഐറ്റത്തിൽ ലാൻഡ് ബിൽഡിംഗ് രണ്ടും ഫിക്സഡ് അസറ്റ്, രണ്ടാമത്തതിൽ ക്യാഷും സ്റ്റോക്ക് രണ്ടും കറൻറ്റ് അസറ്റ്സ്, നാലാമത്തേൽ കോപ്പി റൈറ്റും പാറ്റൻറ്റും രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റും. ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ സിയിൽ ശരിയാവുന്നില്ല. അതുകൊണ്ട് റോങ് പെയർ ഡെപ്റ്റേഴ്സ് മെഷീനറി. ദെൻ അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ. കേട്ടിട്ടുണ്ടാവും. അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസിൽ നമ്മൾ പഠിക്കുന്ന ഭാഗമാണ്. ഡു യു എഗ്രി? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റിഫൈ യുവർ ആൻസർ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യാം? ഇതിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് യെസ് ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് അക്കൗണ്ടിങ് അനലൈസസ് ദ ട്രാൻസാക്ഷൻ വിച്ച് ടുക്ക് പ്ലേസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് എഴുതാൻ പറ്റുന്നത്, കഴിഞ്ഞു പോയ ട്രാൻസാക്ഷൻസിനെയാണ് അക്കൗണ്ടിങ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു പോസ്റ്റ്മോർട്ടം സർവേ ആണ്. ഐ എഗ്രി എന്ന് എഴുതാം. ആൻസർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ബേസിക്കലി ഫിനാൻഷ്യൽ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റീവ് ട്രേഡേഴ്സ് പ്രൊവൈഡ്സ് accounting information to its users whenever it is required for. Specify the qualitative characteristics of accounting. അഥവാ ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകാർ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അതിൻ്റെ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യും? കൃത്യമായ അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് തന്നെ സപ്ലൈ ചെയ്യും. അപ്പോൾ താഴെ പറഞ്ഞുള്ള 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ടല്ലോ. അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, കമ്പാരബിലിറ്റി, റിലയബിലിറ്റി. ഇതിലേതായിരിക്കും? ഇൻ ടൈം, അതാണ് ഇവിടുത്തെ മെയിൻ കണ്ടൻറ്റ്. വെന്നെവർ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ, അതായത് ഇൻ ടൈം. ഇൻഫർമേഷൻ ഷുഡ് ബി സപ്ലൈഡ് ഇൻ ടൈം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ റെലവൻസ് ആണ്, റെലവൻറ്റ്. ദെൻ ഇതിൽ റിലയബിലിറ്റി വേണമെങ്കിലും എഴുതാം എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് ആപ്റ്റായിട്ടുള്ള ആൻസർ റെലവൻസ് ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, സുരേഷ് അഡ്വാൻസ്ഡ്
3 months salary to an employee of his firm. This advance salary is സുരേഷ് അയാളുടെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിക്ക് 3 മാസത്തെ സാലറി മുൻകൂറായി കൊടുത്തു. ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ അഡ്വാൻസ് സാലറി ഏത് കാറ്റഗറിയിൽ വരും? റവന്യൂ എക്സ്പെൻസ് ആണോ? സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻസ് അതെന്തായാലും അല്ല. ദെൻ കറൻറ്റ് ലയബിലിറ്റി. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻസ് പ്രീപെയ്ഡ് ഇതെന്താണ്? അസറ്റാണ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് അസറ്റ്. അത് മാത്രമല്ല, ഇറ്റ് ഇസ് എ കറൻറ്റ് അസറ്റ്. ഓക്കെ, കറൻറ്റ് അസറ്റാണ്. ദെൻ ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ. സാലറി, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഫർണിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബാങ്ക് ലോൺ, റവന്യൂ റെസിപ്റ്റ്, സെയിൽ ഓഫ് മെഷീൻ, ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇതിലേതായിരിക്കും റോങ് പെയർ? സാലറി റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഫർണിച്ചർ വാങ്ങിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബാങ്ക് ലോൺ ആണെങ്കിൽ ബാങ്ക് ലോൺ റവന്യൂ റെസിപ്റ്റ് അല്ല. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അത് റവന്യൂ റെസിപ്റ്റ് അല്ല. നമ്മൾ 5-10 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്ന ലോങ് ടേം ലോണുകളാണ്. അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഓക്കെ, സെയിൽ ഓഫ് മെഷീൻ. അപ്പോൾ റോങ് പെയർ എന്ന് പറഞ്ഞാൽ സി ആണ്, ബാങ്ക് ലോൺ റവന്യൂ റെസിപ്റ്റ്. ദെൻ ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ്. റവന്യൂവിന് എക്സാമ്പിൾ, ഗെയിനിന് എക്സാമ്പിൾ, ഷോർട്ട് ടേം ലയബിലിറ്റിക്ക് എക്സാമ്പിൾ, ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ. റവന്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഏൺസ് ത്രൂ ദ സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ് എറ്റ്സെട്ര. സെയിലാണ് മെയിൻ. റവന്യൂ ചോദിച്ചു കഴിഞ്ഞാൽ സെയിലാണ് മെയിൻ. പിന്നെ കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതൊക്കെ റവന്യൂവിൻ്റെ പാർട്ടാണ്. ദെൻ ഗെയിൻ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വഴി ഉണ്ടാകുന്ന പ്രോഫിറ്റ്. 10,000 രൂപ വില വരുന്ന ഒരു അസറ്റ് 12,000 രൂപയ്ക്ക് വിറ്റാൽ 2,000 രൂപ ഗെയിനാണ്, നേട്ടം. അതേപോലെ വിന്നിങ് എ കോർട്ട് കേസ്, അപ്പോൾ അതൊക്കെയാണ് ഗെയിൻ. ദെൻ ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ അത് പേയ്മെൻറ്റ് കൊടുക്കണം. ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഒരു മാക്സിമം ഒരു 3 മാസം 4 മാസത്തിലപ്പുറം ഒന്നും ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് വളരെ കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ തീർക്കണം. അതേപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലയബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ മെഷീനറീസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എറ്റ്സെട്ര. ദെൻ ഇത്രയാണ് നമുക്ക് ഇതിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനിലെ പ്രധാന ഭാഗങ്ങൾ. ഓക്കെ, താങ്ക് യു.